ആണെങ്കിൽ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഞാനൊരു വ്യൂ കാണിച്ചു തരാം. Oh, Shah Rukh Khan. Yeah, you know Shah Rukh Khan? Yes. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ്. ബാക്കുന്ന് നമ്മൾ ഷദാങ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ബാക്കു സിറ്റിയാണ് കണ്ടത്. ഇന്ന് നമ്മൾ കുറച്ച് ഔട്ടർ ആയിട്ടുള്ള കുറച്ചൊരു മൗണ്ടൈനിയസ് ഒരു പ്ലേസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഷദാങ്. ഇവിടെ നിന്ന് ഒരു 3-4 മണിക്കൂർ ഡ്രൈവാണ്. 215 കിലോമീറ്ററാണ് ബാക്കു സിറ്റിയിൽ നിന്ന് ഷദാങ്ങിലോട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അസർ ഭായ് വന്നിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 8:30 ആയപ്പോൾ പുള്ളി കൃത്യമായിട്ട് എത്തി കേട്ടോ. നമ്മൾ ഒരു 8 മണി പറഞ്ഞിട്ട് നമ്മൾ 20 മിനിറ്റ് ലേറ്റായി. പുള്ളി കൃത്യസമയത്ത് വന്നിട്ട് നമ്മളെ വിളിച്ചു, നമ്മൾ എത്തിയെന്ന് പറഞ്ഞു, പ്ലീസ് കമ്മ. എന്നിട്ട് പുള്ളി നമ്മളെ വെയിറ്റ് ചെയ്തു. കൊള്ളാം കേട്ടോ. നല്ല എനിക്ക് നമ്മളിവിടുത്തെ യാസിൻ ടൂർസ് എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ ഡേ ടൂർസ് ഒക്കെ എടുത്തേക്കുന്നത്, യാസിൻ ടൂർസ്. അപ്പോൾ അവരാണ് പുള്ളീനെ നമുക്ക് ഏർപ്പാടാക്കി തന്നത്. എല്ലാം അടിപൊളിയായിട്ട് ഇതുവരെ സോ ഫാർ സോ ഗുഡ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഷദാങ് ശരിക്കും പറഞ്ഞ ഒരു മൗണ്ടൈനസ് റീജിയാണ്. നമ്മുടെ സ്വിറ്റ്സർലാൻഡ്, ഇവിടുത്തെ വേണമെങ്കിൽ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു റീജിയാണ്. ഒരുപാട് നല്ല പച്ചപ്പും ലാൻഡ്സ്കേപ്സും. അതേപോലെ ഷദാങ് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസും, അതായത് റോളർ കോസ്റ്റർ, പിന്നെ കേബിൾ കാർസ്. ഇത് മാത്രമല്ല, വിൻ്ററിലാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ സ്പ്രിംഗ് സമ്മർ സീസണിലായതുകൊണ്ടാണ്. വിൻ്ററിലാണെങ്കിൽ ഇതിനേക്കാളും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. സ്നോ സ്കേറ്റിങ്, അങ്ങനത്തെ സ്നോ ബോർഡിങ്, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് വിൻ്റർ ടൈമിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് വിൻ്റർ ടൈമിൽ വരാൻ പറ്റാത്തതുകൊണ്ടാണ്. വിൻ്റർ ടൈമിൽ ഇന്ന് എപ്പോഴെങ്കിലും നമുക്ക് വന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പോൾ സമയം 8:50 നമ്മളൊരു 9-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും നല്ല നല്ല സീൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതായിരിക്കും. ഇതുണ്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ബ്രിഡ്ജ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായത് എല്ലാം വലിയ വലിയ മതിലുകളാണ് കേട്ടോ. സൈഡിലൊക്കെ ഈ റോഡിന്റെ സൈഡിലൊക്കെ എല്ലാ ബിൽഡിങ്സിനും വലിയ വലിയ മതിലുകളാണ്. പിന്നെ ഒരു എല്ലാം കോട്ട പോലെയാണ് കെട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഷദാങ് മൗണ്ടൻ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടുണ്ട്. 2012 സ്റ്റാർട്ട് ചെയ്ത റിസോർട്ടാണ്. ഈ റിസോർട്ടുകാരാണ് ഈ പറഞ്ഞ പോലെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അവരാണ് ഇത് ഫുള്ള് ഓത്തറൈസ്ഡ് ആയിട്ട് നടത്തുന്നത്. വിൻ്റർ സമയത്തൊക്കെ സ്കീയിങ്, സ്നോ ബോർഡിങ് അതേപോലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഏതാണ്ട് 1400 മുതൽ 2500 അടിയോളം മീറ്റർ ഹൈറ്റിലോട്ട് ഹൈക്കിങ്, അതേപോലത്തുള്ള പിന്നെ ഈ പറഞ്ഞ കേബിൾ കാർസ്, സ്നോ ടൈമിലാണെങ്കിൽ സ്നോ ബോർഡിങ്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് റോളർ കോസ്റ്റർ ഇതും പറ്റുമെങ്കിൽ കേബിൾ കാർ റൈഡും. അത് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് അതിൻ്റെ നല്ലതാണെന്ന് അറിഞ്ഞൂടെ. അവിടെ പോയിട്ട് റോളർ കോസ്റ്റർ നല്ലതാണെന്ന് എനിക്കറിയാം, കാരണം ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് നമുക്കൊന്ന് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. ഇവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര കുറച്ചിങ്ങനെ കയറ്റം, കുറച്ചിങ്ങനെ ചെറിയൊരു ഇറക്കമായിട്ടാണ് മിക്കവാറും ഉള്ളത്. ഇവിടുത്തെ ഹോട്ടൽസൊക്കെ എനിക്കൊന്ന് പഴയ പാലസസ് ഇതൊക്കെ മാറ്റി ഇവരിപ്പോൾ ഹോട്ടൽസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മൾ ഇന്നലെ രാത്രി നടന്നു പോയപ്പോഴത്തേക്കും ചുമ്മാ പുറത്തോട്ടൊന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര കിടിലം ഹോട്ടൽസൊക്കെ. കുട്ടാനം പോലത്തെ ഹോട്ടൽ ഇതുണ്ടോ, പഴയ കോട്ട പോലത്തെ സ്ഥലമാണ്. അതൊക്കെ ഹോട്ടൽസ് ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇവര്. കിടിലം വീടുകളാണ് എല്ലാം. ഒരു യൂറോപ്യൻ ടച്ചുള്ള കുറേ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ സിറ്റിയിലാണെങ്കിൽ പോലും, ഇവരുടെ ഓൾഡ് ടൗൺ സ്ഥലത്താണെങ്കിൽ പോലും ഭയങ്കര യൂറോപ്യൻ ആർക്കിടെക്ചറിൻ്റെ ഒരു കൾച്ചർ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. ഈ സൈഡിൽ കാണുന്നത് ഒരു സെമിത്തേരിയാണ് കേട്ടോ. കുറേ ദൂരമായിട്ട് ഇതിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തോ പാലസോ കോട്ട എന്തോ ആയിരിക്കും വിചാരിച്ചു. പക്ഷെ അതൊരു സെമിത്തേരി ആയിരുന്നു. ഇത്രയും നേരം അത് ഫുൾ കണ്ടിന്യൂസ് ഒരു വലിയ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററോളം ഫുള്ള് അതിങ്ങനെ വ്യാപിച്ച് കിടക്കുമായിരുന്നു. ഞാൻ ഏതോ ഹോട്ടലോ ഏതോ കാസിലോ എന്തോ ആണെന്ന്. ഞാൻ ഇപ്പോൾ അതിൽ കൂടെ ഒരു ചെറിയൊരു വാതിലുണ്ട്, അതിനെ കൂടെ നോക്കിയപ്പോഴാണ് ഒരു മുകളിലോട്ട് മല പോലെ ഫുള്ള് സെമിത്തേരി. ക്യൂസാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ അടുത്താണ്, ടൗണിൻ്റെ അടുത്താണ് ഈ ഷദാങ് വരുന്നത്. ഊഹ ശരിയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ പോകുന്നത് കുറച്ചൊരു ഹയർ ഓൾട്ടിറ്റ്യൂഡിലോട്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തുള്ളതിനേക്കാളും ടെമ്പറേച്ചർ കുറവാനാണ് സാധ്യത. ഞാനിപ്പോൾ നോക്കിയപ്പം ഷദാങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറി മാറി വരുന്ന വിൻ്റർ ടൈമിലൊക്കെ പോയാൽ ഫുൾ സ്നോ. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ തണുപ്പ് കാണുമായിരിക്കും, പക്ഷേ ഭയങ്കര കിടുക്കണ തണുപ്പൊക്കെ ഉണ്ടോന്ന് പറഞ്ഞിവിടെ. അതായത് ചിൽ വെതറായിരിക്കും. അതിപ്പോൾ ബാക്കുവിലാണെങ്കിൽ ഭയങ്കര ചിൽ വെതറാണ്. ലെഫ്റ്റിൽ ഏതോ റിസർവോയർ ഉണ്ട്, റൈറ്റിൽ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് മാറിയിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ വീടുകൾ, ഈ പറഞ്ഞ പോലെ വില്ലാസ്, അങ്ങനത്തെ റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് വരാം. ഇവിടെ പോലീസ് കാർസ് ഒക്കെ അവർ യൂസ് ചെയ്യുന്നത് BMW ആണ് കേട്ടോ.
BMW ആണ് ഇവര്. ഇന്നലെ ഞാൻ കണ്ടിപ്പോൾ പറഞ്ഞ വഴിക്ക് 2-3 കുറേ കാറുകൾ ഇങ്ങനെ പോലീസുകാരുടെ കാറുകൾ എല്ലാം BMW. വേറെ ലെവല്, രക്ഷയില്ല. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് റെസ്റ്റോറൻറ്റിനെക്കാട്ടിലും ഈ ഓട്ടോ വർക്ക്ഷോപ്പാണ്. ഒരുപാട് പോകുന്ന വഴിയിലും ഇതിൻ്റെ ഇപ്പം നമ്മൾ ബാക്കൂലാണെങ്കിലും റൂമിൻ്റെ നമ്മുടെ അടുത്ത ഹോട്ടലിൻ്റെ സൈഡിൽ കുറേയൊക്കെ ആണെങ്കിലും ഫുള്ള് വർക്ക്ഷോപ്സ്. അതെനിക്ക് ഇവരുടെ മെയിൻ റവന്യൂ എന്ന് പറഞ്ഞാൽ ഓയിലാണ്. ഇനി അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇവരുടെ മെയിൻ എക്കണോമി തന്നെ അതിലാണ് നിൽക്കുന്നത്. പിന്നെ ടൂറിസം ഉണ്ട്. കാരണം ഒരുപാട് വർക്ക്ഷോപ്സ്, മുക്കിന് വർക്ക്ഷോപ്സ്. അവിടെ എല്ലാം വണ്ടികളും കിടപ്പുണ്ട്. ഇവിടെ കുറച്ച് പച്ചപ്പും ചെറിയ തടാകങ്ങളും നടുക്ക്, പിന്നെ ഈ കല്ല് കൊണ്ടുള്ള വീടുകളൊക്കെ, ഈ സിമെന്റ് ബ്ലോക്സ് പോലത്തെ കല്ലുകൾ കൊണ്ടിട്ടുള്ള. ഇത് കോറി പോലത്തെ അല്ല, ഇത് എന്തോ മാനുഫാക്ചറിങ് കമ്പനിയാണ് കേട്ടോ. സ്റ്റോണിന്റെ കമ്പനിയാണ് ഇത് ഫുള്ള്. സിമെന്റ് ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി, ഏതോ ഫാക്ടറിയാണ് കേട്ടോ ഇത്. അതാണ് ഇവിടെ ഫുള്ള് അത് ഇട്ടേക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ ഇത് കണ്ടോ, റൈറ്റ് സൈഡിൽ കുറേ ചെടികൾ, നല്ല പൂവൊക്കെ ആയിട്ട് ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല വരിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ആരെങ്കിലും വെച്ച് പിടിപ്പിച്ചാണോ അത് താനെ വളർന്നതാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. 2 സൈഡിലുണ്ട് കേട്ടോ, ആ സൈഡിലുണ്ട്. അതായത് ഇങ്ങനെ അടുക്കി വരിയായിട്ട് ഇങ്ങനെ ലൈൻ വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഇത് നാച്ചുറലി വളർന്നതാണോ എന്ന് ഡൗട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് അലൈൻമെന്റ് ആയിട്ട് വളരും. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗണ്ടന്റെ മുകളിൽ ആണ് ഒരാളുടെ ഗ്രേവ് ഉള്ളത്. ഏതോ ഒരു പ്രൊഫറ്റിന്റെ ഗ്രേവ് ഉള്ളത്. പ്രൊഫറ്റ് നൂ എന്ന് പറഞ്ഞ ആളുടെ ഗ്രേവ് ഉള്ളത് ആ ഒരു മൗണ്ടൻസിന്റെ മുകളിലെന്നാണ് പുള്ളി പറയുന്നത്. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്ത് നോക്കി. അത് നോക്കിയപ്പോൾ കുറച്ച് ഹൈക്കിംഗ് പോലത്തെ സ്ഥലമാണ്. അതിന്റെ മുകളിൽ എന്തൊക്കെയോ ഇങ്ങനെ വുഡ് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചെറിയൊരു സ്റ്റോപ്പ് എടുത്ത്, ഒരു ബ്രേക്ക് എടുത്ത്, ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരുപാട് കോഫി ഇതും പിന്നെ കബാബ്സ് അത് ഇതൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു സ്റ്റോപ്പ് എടുത്തു. ഇവിടെയാണ് മിക്കവാറുള്ള ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്ന് നിർത്തുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കുറേ വണ്ടികൾ കിടപ്പുണ്ട്, ടൂറിസ്റ്റ് വണ്ടികൾ ഒരുപാട് കിടപ്പുണ്ട്. ഇത് ഫുള്ളൊരു ചെറിയൊരു ഷോപ്പിംഗ് അല്ല, ഒരു ഫുൾ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ. അതിൻ്റെ പുറകത്തിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കബാബ്സ്, കോഫി അങ്ങനത്തെ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്, ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരാണ്. How much? 3. Chicken? Chicken, yes. Chicken, fish, lamb. ഓക്കെ. ഇവിടെ പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചു. ഇവിടെ കബാബ്സ് 3 മണ്ണത്താ പറയുന്ന ഒരു കബാബ്. പറഞ്ഞോടെ ശ്വേതയ്ക്ക് ഒരു ഡൗട്ട്. അവര് നമ്മുടെ കൂടുതൽ ചോദിക്കുകയാണോന്ന്. അതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ ഞാൻ അടുത്ത് ചോദിച്ചിട്ട് വരാം. ചിക്കൻ, പിന്നെ അതേപോലെ മീറ്റ്, ലാമ്പ്, ഫിഷ്. എല്ലായിടത്തും ഫിഷ് ഉണ്ട് കേട്ടോ. ഇത്ര ദൂരാണെങ്കിൽ ഫിഷിന്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതെല്ലാമാണ് കബാബ്സ് അവിടെ ഉള്ളത്. പിന്നെ കോൺ, സ്റ്റീംഡ് കോൺ ഒക്കെ കിട്ടുന്നുണ്ട്. Shakusan. Yeah, you know Shah Rukh Khan? Yes. You like Shah Rukh Khan? Yes. India. India. പുള്ളിക്ക് മിഥുൻ ചക്രവർത്തിനെ, ഋഷി കപൂറിനെ, ഷാറുഖ് ഖാൻ. Indira Gandhi. Yeah. One minute. Yeah. Okay. പുള്ളി Gandhi. ഓ ഗാന്ധി. ഇവിടെ കയ്യിൽ ഇന്ത്യൻ റുപ്പിയുടെ നോട്ടൊക്കെ എടുപ്പുണ്ട്. Yeah. Good. Gandhi. Yeah, Gandhi. Manchester. Gandhi. Your name? Your name? Name. Azhar, Vishnu. Benim adım Abdullah. Muhammad Abdullah. Oh, nice. You tasty है corn. Yes. Fried corn மாதிரி இருக்கு. Fried corn. Nasıl düzgün seviyorum. Ondan sonra. Geçen. പുളി ഇവിടെ വെച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. വാങ്ങിക്കാനായിരിക്കും. വാങ്ങിക്കുമെന്ന് തോന്നുന്നില്ല. തിക്കാ ഇருக்கு. മിൽക്ക് തിക്കാ இருக்குல்ல. Nice coffee. Good. Nice. Good. നമ്മുടെ ഡ്രൈവർ പുള്ളി മേടിച്ചാണ്. ഇത് എനിക്ക് നമ്മുടെ പഴംപൊരി പോലെ ഉണ്ട്. ഇവിടുത്തെ എന്തോ ഒരു സ്നാക്കാണ്. സംഭവം നമ്മുടെ ബട്ടൂരില്ലേ, ബട്ടൂരൊക്കെ ഒരു ടേസ്റ്റ്. കുറച്ച് ചെറിയൊരു ഉപ്പും ചെറിയൊരു ബട്ടറി ഇതും വെച്ചിട്ട് ബട്ടൂര, പക്ഷേ കുറച്ച് ഒരു ഉപ്പ് കൂടുതൽ. കണ്ട പഴംപൊരി പോലെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ടെറ
ടെറൈൻ ഡിഫറൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നേരത്തെ കുറച്ച് നമ്മൾ ഇത്ര നേരം വന്നുകൊണ്ടിരുന്നത് കുറച്ച് മൗണ്ടൻ, കുറച്ച് ഡ്രൈ ഏരിയ ആയിരുന്നു. ഇപ്പൊ കുറച്ച് പച്ചപ്പും ചെറിയൊരു കുന്നിന്റെ താഴെ ഒരു ടൗൺ പോലത്തെ ആ സൈഡിലുണ്ട്. സിയാസ ആ സ്ഥലത്തിന്റെ പേരാണ് സിയാസ. ഇവിടെ എല്ലാം ഇതേപോലത്തെ ബ്രിഡ്ജിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. 90 ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. പുള്ളി ഏതാണ്ട് ക്യാമറ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒന്ന് സ്പീഡ് കുറയ്ക്കും, എന്നിട്ട് ഇങ്ങനെ അടിക്കും, പൈസ പോകുന്നു. ലെഫ്റ്റിലേക്ക് ഫുൾ പച്ചപ്പ് തുടങ്ങി. എനിക്കൊന്ന് ഏതോ ഒരു ടൗൺ എത്താൻ പോവാണെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ടിൽ കണ്ട ദൂരെ അങ്ങ് നമുക്കൊരു ടൗൺ പോലെ കാണാം. ഈ റൈറ്റിൽ കാണുന്നതാണ് ഷെബ്രാൻ ടൗൺ കേട്ടോ. അങ്ങോട്ടാണ്, ആ സൈഡാണ് ഷെബ്രാൻ ടൗൺ വരുന്നത്. അവിടെ ഒരു വലിയൊരു കവാടമൊക്കെ ഉണ്ടായിരുന്നു. ഷെബ്രാൻ എഴുതിയിട്ട് ഒരു വലിയൊരു ആർച്ച് പോലെ ഒരു കവാടമൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ഷെബ്രാൻ ടൗൺ. ഓ നൈസ് കേട്ടോ. ഓ ഇത് കൊള്ളാം കേട്ടോ. ഇത് കുറച്ച് പഴയ ചെറിയ ചെറിയ ബിൽഡിങ്സ് ഒക്കെ ഉള്ള, വലിയ ഹൈറ്റുള്ള ബിൽഡിങ്സ് ഒന്നും ഇല്ലാതെ ചെറിയ ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഒരു നൈസ് ടൗൺ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വെൽവെലെ എന്ന് പറഞ്ഞ സ്ഥലമാണ്. വെൽവെലെ അവിടുത്തെ ചാനലാണ് ആ പോകുന്നത്. ഇവിടെ ഫുള്ള് വർക്ക്ഷോപ്സ്, രണ്ട് സൈഡിലും വർക്ക്ഷോപ്സ് ആണ്. കണ്ടോ, എനിക്കൊന്ന് ഇവരുടെ ഞാൻ കണ്ടത് ഒരുപാട് വിൻറ്റേജ് കാർസ് ഓടുന്നുണ്ട് ഇപ്പോഴും. ആ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തൊക്കെ ഉള്ള ആ സമയത്തൊക്കെ ഉള്ള കാറുകൾ ഇപ്പോഴും കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്. സിറ്റിയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും. ഇവിടെ കുറേ സ്ഥലത്ത് ഞാൻ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടൊക്കെ കണ്ടു. എനിക്കൊന്ന് ഇതിലൊക്കെ പണിയായിരിക്കും ഇവർക്ക് ഇതിൻ്റെ ഇത്രയും എക്സ്പേർട്ട് ആയത്. കാരണം എല്ലായിടത്തും ഇവർ, എനിക്കൊന്ന് ഇവിടുത്തെ ഒരു മെയിൻ വരുമാനം വർക്ക്ഷോപ്പ് തന്നെ ആയിരിക്കും. ഈ പഴയ വണ്ടികൾ ഇപ്പോഴും ഓടുന്ന കണ്ടീഷനിലാണ് ഇവർ കൊണ്ട് കിടക്കുന്നത്. അപ്പം അങ്ങനെ അതിലൊക്കെ ആയിരിക്കും തുടങ്ങിയത് ഇവരുടെ ആ ഒരു എക്സ്പെർട്ടീസ്. പിന്നെ ഒരു സംഭവം എനിക്ക് കാണാൻ സാധിക്കുന്നത്, മിക്കവാറും നമ്മളിപ്പോൾ 2-3 വെൽവെലെ അതേപോലെയുള്ള കുറേ വേറെ ഏതൊക്കെയോ നമ്മൾ വില്ലേജസ് ഇങ്ങനെ പാസ് ചെയ്ത് വന്നല്ലോ. മിക്കവാറും ഉള്ള വില്ലേജസിലൊക്കെ അവിടെ ആയിട്ട് സ്മാരകങ്ങളുണ്ട്. റോഡ് സൈഡിൽ തന്നെ ചില ആൾക്കാരുടെ ഈ മിലിറ്ററിക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് സ്മാരകങ്ങൾ റോഡ് സൈഡിൽ, ഒരു ടൗണിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജംഗ്ഷൻ്റെയൊക്കെ ഫ്രണ്ടിൽ, ഏതെങ്കിലും വാറിലൊക്കെ മരിച്ചവരുടെ ഇതൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ക്യൂബ കയറാൻ പോവാണ്. കണ്ടോ, വലിയൊരു കവാടം കണ്ടോ, ക്യൂബ സെഹറി 2025. എനിക്കൊന്ന് ഈ വർഷം പണിയെടുപ്പിച്ചതായിരിക്കണം ഈ കവാടം. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ ഫാമിംഗ് ആണ്. വരുന്ന വഴിക്ക് എല്ലായിടത്തും മിക്കവാറും സ്ഥലത്ത് ഒരു 100 മീറ്റർ കൂടുമ്പോഴത്തേക്കും ആൾക്കാർ ഫ്രൂട്ട്സും അതേപോലെയുള്ള വെജിറ്റബിൾസും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റാൾസ് ആയിട്ട് കണ്ട ലെഫ്റ്റ് സൈഡിൽ കണ്ട ഫ്രൂട്ട്സ് ഇതേപോലെ ആൾക്കാർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആപ്പിള്, പ്ലമ്മൊക്കെ ഞങ്ങളുടെയായിരുന്നു. പ്ലമ്മ്, സ്ട്രോബെറി, പിന്നെ ലൈമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ലൈമ്. ഒരു മല ഇറങ്ങുക. ഓ ബ്യൂട്ടിഫുൾ ടൗൺ കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഖുസാർ. ഓ ഇതാ ഖുസാർ. നമ്മളവിടെ നിർത്തി ചായ കുടിക്കാൻ നിർത്തിയപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞായിരുന്നു ഈ ഖുസാർ ടൗൺ ഭയങ്കര രസമാണ് കാണാൻ. ചെറിയ ടൗണാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല വൃത്തിക്ക് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ആൾക്കാർ ഇറങ്ങി നിന്ന് ഭയങ്കര ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ റോഡൊക്കെ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറാൻ എന്നാണ് ഇവർ പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ. അവിടെ എഴുതിയൊക്കെ വെച്ചേക്കുന്നത് റെസ്റ്റോറാൻ കേട്ടോ. റെസ്റ്റോറാൻ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് കുറേ സാംസാം റെസ്റ്റോറൻറ്റ്. ഇവിടെ സാംസാം റെസ്റ്റോറൻറ്റാണ്. അടിപൊളി. ഇവിടെയൊക്കെ മിക്കവാറും ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് മിക്കവാറും അടുത്തൊക്കെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ ഫാം ഹൗസ് ആവാൻ സാധ്യതയുണ്ട്. നമുക്കൊക്കെ ഈ ഇടയ്ക്കൊക്കെ വന്ന് വെക്കേഷനൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് അതേപോലെ ഉണ്ട് കണ്ടിട്ട്. അതായത് ഇവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂ കിട്ടും കേട്ടോ. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി. നല്ലൊരു വാലി പോലത്തെ സ്ഥലമാണ് കേട്ടോ. ഫുൾ പച്ചപ്പ് തൊട്ടടുത്ത്. ഈ റോഡ് എനിക്ക് അതിനോട് ഇഷ്ടപ്പെട്ടു ഈ റോഡ്. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ. ഫുൾ ഷീപ്പും ഇതിൻ്റെ കൂട്ടത്തിൽ. നമ്മൾ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ് സൈഡിൽ ഫുള്ള് ചെമ്മരിയാട് തന്നെ തോന്നുന്നു കേട്ടോ. അതെ ഷീപ്പ് ഇങ്ങനെ നിന്ന് മേഞ്ഞുകൊണ്ടിരിക്കുന്ന അടിപൊളി ഒരു പ്ലേസ്. നമ്മൾ അവിടെ ഇറങ്ങിയ സ്ഥലത്ത് ഫുള്ള് ഇതേപോലത്തുള്ള ചെമ്മരിയാടുകളും പിന്നെ പശുക്കളിങ്ങനെ മേഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം. അടിപൊളി ഒരു താഴ്വാരം പോലത്തെ ഒരു സ്ഥലം. ഭയങ്കര
ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടുത്തെ പ്രശ്നം എന്താ തന്നെ, എവിടെ കണ്ടാലും നമുക്ക് ഇറങ്ങാൻ തോന്നും. അങ്ങനത്തെ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ മറന്നു പോകും. ഷദാഗിൽ പോകണമെന്നുള്ള കാര്യമൊക്കെ മറന്നു. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. വെൽക്കം ടു ഷദാഗ്. ഇവരുടെ ഒരു കവാടമാണ്. വെൽക്കം ടു ഷദാഗ്. ഈ രണ്ട് സൈഡിലും ചെറിയ വെള്ള പൂക്കൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഓ, രക്ഷയില്ല കേട്ടോ, ഭയങ്കര രസമുണ്ട് കാണാൻ. ചെറിയ മഴയുണ്ട്, പണിയാവൂല എന്ന് വിചാരിക്കും. ചെറുതായിട്ടേ ഉള്ളൂ. കോസ്റ്റർ ഇതൊക്കെ ലെഫ്റ്റിലോട്ടാ. ഗായ്സ്, നമ്മളങ്ങനെ ഷദാഗ് എത്തിയിരിക്കുകയാണ്. ഷദാഗ് എത്തിയിരിക്കുകയാണ്. ചെറിയ മഴയുണ്ട് ഇവിടെ. മഴ ഉണ്ടെങ്കിൽ പോലും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര മഴയായിട്ടില്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മഴയൊന്നുമില്ല. കണ്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്നിവിടെ. നമുക്ക് ഇവിടെ കേബിൾ കാർസ് ആ സൈഡിൽ, പിന്നെ ഈ സൈഡിലുണ്ട്. പിന്നുള്ളത് കോസ്റ്റർ അവിടെയാണ്. റോളർ കോസ്റ്റർ നമ്മൾ മുകളിൽ നിന്ന് വരുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയോ ഇവർ ടൂറിസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കേബിൾ കാർസിനൊക്കെ പോകാനുള്ള ടിക്കറ്റ് ഇതിനകത്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സൈഡിൽ നമുക്ക് ഇതോ കണ്ടോ, അവിടെയാണ് റോളർ കോസ്റ്ററിലോട്ട് പോകാനുള്ള ഇത് ആ സൈഡിലാണ്. നമുക്ക് ആദ്യം റെസ്റ്റ് റൂം, ഇതിൻ്റെ ബാക്കിലും എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ, എന്തൊക്കെയോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ഓ, ഇത് സീനാണ് കേട്ടോ, അടിപൊളി. എൻ്റെ അമ്മോ. ഓ, ഇവിടെ ഒരുപാട് കേബിൾ കാർസ് ഉണ്ട് കേട്ടോ, രണ്ട് സൈഡിലും കുറേ സ്ഥലത്തുണ്ട്. ഡ്രിങ്ക്സൊക്കെ, ചെറിയൊരു ബാർ സെറ്റപ്പ്, ബിയറൊക്കെ ഉണ്ട്. ഫുഡ്, ജ്യൂസ് ഒക്കെ വിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇരുന്ന് ഫുഡ് കഴിക്കാം, ആ വ്യൂവും കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. ഓ, ഷവർമ്മ, ടീ ഉണ്ട്. വേറൊരു വ്യൂ, നൈസ്. ഓ, പിസ്സ പ്ലേസ് ഉണ്ട്. എനിക്ക് മറ്റേ ഗോ കാർട്ടിങ് പോലത്തെ എന്തോ പരിപാടികളുണ്ട്. അതേ കിടപ്പുണ്ട്. ഇതാ സംഭവം. ഓ, മഴ കുറഞ്ഞ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് റെഡി ആയപ്പോഴത്തേക്കും, വെളിയിൽ വന്നപ്പോഴത്തേക്കും മഴയൊന്നുമില്ല, എല്ലാം ഓക്കെ ആയി. നമ്മൾ അപ്പം കോസ്റ്ററിൻ്റെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് ആണ് ഈ പറഞ്ഞ കേബിൾ കാറിൻ്റെ ഒക്കെ ടിക്കറ്റ്, പുറത്ത് ആണ് കോസ്റ്ററിൻ്റെ ടിക്കറ്റ്. അത് ഒരു സൈഡിലാണ് ഈ റോളർ കോസ്റ്ററിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. അവിടെ തന്നെയാണ് തോന്നുന്നു അവർ കൊണ്ടുപോകുന്നത്. നല്ല അടിപൊളി വെതറായിട്ടുണ്ട് ഇവിടെ, സൂപ്പർ. ഓക്കെ, ഫാസ്റ്റ് ട്രാക്ക് ആൻഡ് കാസ ടിക്കറ്റ്. സോ ഫാസ്റ്റ് ട്രാക്കും ഉണ്ട്, ക്യൂവിലില്ല പോകേണ്ടി, അത് കുറച്ച് കൂടുതലായിരിക്കും. സാധാ ടിക്കറ്റ്സും ഉണ്ട്. ഷദാഗ് കോസ്റ്റർ. രണ്ടുപേര് ചേർത്തെടുക്കുകയാണെങ്കിൽ 45 മിനിറ്റ്, ഒരാളാണെങ്കിൽ 25 മിനിറ്റ്. പിന്നെ ഗോൾഡ് ടിക്കറ്റ് ഉണ്ട്, അത് ഫാസ്റ്റ് ട്രാക്ക് എടുക്കുന്നത്, ക്യൂവിലും നിൽക്കാതെ. അതിന് 50 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഇത്രയും റൈഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. നോക്കിയാൽ കോസ്റ്റർ ഉണ്ട്, ഹോഴ്സ് റൈഡിങ്, സ്വിങ്, ട്യൂബിങ്, പെയിന്റ് ബോൾ, ഓഫ് റോഡ് എല്ലാം ഉണ്ട്. നമ്മളെടുത്തത് 40 ടുഗദർ. രണ്ടുപേരും ഒരുമിച്ചുള്ള കോസ്റ്റർ ആണെങ്കിൽ 40 മന്നത്ത്, സിംഗിളായിട്ട് പോകണമെങ്കിൽ 25 മന്നത്ത്. നമ്മൾ ഒരുമിച്ചുള്ളതാണ് എടുത്തേക്കുന്നത്. നമ്മൾ കയറിയിട്ട് ഗൈസ്. ഓ, ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഓ, ഇത് വൈബാ കേട്ടോ. വലുതായിട്ട് ക്യൂ ഒന്നുമില്ല. നമ്മൾ എടുക്കുന്നത് ഒരുമിച്ചുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. എക്സൈറ്റഡ്. ഇത് മുകളിലോട്ട് പോയിട്ട് പിന്നീട് താഴോട്ട് വരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. മുകളിലോട്ട് ആദ്യം പോവും. അതെ കണ്ടോ, പതുക്കെ മുകളിലോട്ട് കയറുന്നുണ്ട്, എന്നിട്ട് താഴോട്ടാണ്. നമ്മളങ്ങനെ കയറി ഗൈസ്. ആദ്യം മുകളിൽ പോയിട്ട് ഇതൊന്ന് വേറെ സൈഡിലായിരിക്കും ഇറങ്ങുന്നത്. ഓ മൈ ഗോഡ്, പോകുന്ന വഴിയിൽ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ. ദൈവമേ, അയ്യോ, ഇത് കുറച്ച് കേട്ടവാ ദൈവമേ. ഓ മൈ ഗോഡ്, ദ വ്യൂ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഈ സൈഡും സൂപ്പർ. ഇത് എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത് എക്സ്പെഷ്യലി ഈ വ്യൂവിന്. ഈ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, ഈ റൈഡ് മാത്രമല്ല, ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ
അത്ര പൊളി വ്യൂ ആണ്. ഓ, ഫസ്റ്റ് ടൈം ഇതേപോലത്തുള്ള ഒരു വ്യൂവും ഇതേപോലത്തുള്ള ഒരു റൈഡും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ഓ മൈ ഗാഡ്, കുറച്ച് പേടിയാവുന്നുണ്ട്. കാരണം ഇതൊരു നല്ലൊരു എലിവേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിക്കുന്നത് എങ്ങനെ വലിക്കുന്നത്? പൊളി പൊളി പൊളി. ഓ, ആ സൈഡാട്ടോ നമ്മൾ ഇറങ്ങിപ്പോകുന്ന, ആ സൈഡാട്ടോ സ്പൈറൽ പോലെ ഇരിക്കുന്നില്ലേ, അതുവഴി ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ പോകുന്ന വഴിക്കുള്ള ഈ വ്യൂ ഉണ്ടല്ലോ, സ്പെഷ്യലി ഈ വെള്ള പൂക്കള്. ഓ മൈ ഗോഡ്, ഇവിടെ എത്തിയപ്പോ കുറച്ച് സ്പീഡ് കയറുന്നത്. നമ്മൾ രണ്ടുപേരുടെ വീട്ടിൽ കൂടെ താങ്ങണ്ടേ, അതുകൊണ്ടാ. ഓ, കുറച്ചൊരു കയറ്റം കഴിഞ്ഞിട്ട് ഒരു ലാൻഡിങ് വന്നിട്ടുണ്ട്. പോണ വെയിറ്റ് തന്നെ. ഹലോ, എക്സ്ക്യൂസ് മീ, ഇവിടെ നിങ്ങളുടെ വീട്ട്? ഞാനാ വെയിറ്റ് കൂടുതൽ. കയറി വന്നിട്ട് ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ട്. ഇതിന്റെ പീക്ക് സൈഡിലാണ് എത്തിക്കുന്നത്. ആക്ച്വലി നമ്മളിനി മേളിൽ നിന്ന് താഴോട്ടിറങ്ങാണേ. ഓക്കെ, ഇത് ഫോർവേഡ് ആയിട്ട് ഇവിടെ സൈഡിൽ ഒരു ലിവർ ഉണ്ട്, അത് മുമ്പോട്ട് പോകാനാണ്. താഴോട്ട് ബ്രേക്ക് പിടിക്കാനായിട്ട് ബാക്കിലോട്ട് ചെയ്താൽ മതി. അയ്യോ, കണ്ടങ്ങ് പോവാം. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണം, ഞാൻ തന്നെ ബ്രേക്ക് ചെയ്യണം, ഞാൻ തന്നെ ഓടിക്കണം. ഫ്രണ്ടിൽ ഒരു ടീമുണ്ടായിരുന്നേ, അവര് ഭയങ്കരമായിട്ട് പേടിച്ച് കരയുന്നു. എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. ശരിക്കും സ്പീഡുണ്ട്, നമുക്ക് ഇടയ്ക്കൊക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ചില സമയത്തൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു അഡ്വഞ്ചർ ഒരു റൈഡാണ് ഇത് ശരിക്കും. ഞാൻ വീഡിയോസിലൊക്കെ കണ്ട പോലത്തെ ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു റൈഡല്ല. കാണുന്നുള്ള ഫണ്ട് കുറച്ചുണ്ട്. ഡാൻസ് എടുക്കുന്നുണ്ടോ അമ്മ? எங்கேயாச்சும் அந்த ஓரத்தில் அந்த வழி போய் கொஞ்சம் ஹைக் பண்ணி போயிட்டு எடுக்கலாம். സൂപ്പർ എക്സ്പീരിയൻസ് ഗൈസ്. വരുവാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും കേബിൾ കാറിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഒരുപാട് മിക്സ്ഡ് റിവ്യൂസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ, റോളർ കോസ്റ്റർ, നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയും. കാരണം അത്ര ഫണ്ണാണ്, വേർത്താണ്, ടോട്ടലി വേർത്താണ്, അത്ര പറയാനുള്ളൂ. നമ്മൾ 40 മന്നത്ത് 2 പേർ കൂടി 40 മന്നത്ത് കൊടുത്തു കഴിഞ്ഞാലും അതെനിക്ക് തോന്നുന്നു വേർത്തായിരിക്കും അല്ലേ? എന്തു പറയുന്നു? യെസ്, അവളൊന്ന് ഒരു റിവ്യൂ ചോദിച്ചപ്പോൾ യെസ്. സമയം 2:15 നമ്മൾ താങ്ക് യു. ഭയങ്കര സ്പീഡിൽ നമ്മൾ ബില്ലടിക്കുന്നതിന് മുമ്പ് ഇവർ ഉണ്ടായി തന്നു ചിക്കൻ ഷവർമ. അങ്ങ് പുളമ്മോ കഴിച്ചോട്ടെ. പൊടി ഷവർമ, ചിക്കൻ ഷവർമ കേട്ടോ. നമ്മൾ ഇവിടെ വേറെയുള്ള സ്ഥലത്ത് കഴിച്ചല്ലോ, ഇത് ചിക്കൻ മസാല കുറച്ച് സ്പൈസി ആയിട്ടോ ചില്ലി ഓയിൽ ഇട്ടിട്ടുണ്ടോ? നല്ല ചില്ലി ഓയിൽ ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. വളരെ സൂപ്പറായിട്ടുണ്ട്. നല്ല മീറ്റ്, കുറച്ച് ഓയിലിയാണ് പക്ഷേ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. വെജീസൊക്കെ ഇട്ട് ഹാവിങ് ഷവർമ വ്യൂ. നമ്മളിതാ ഷദാഗിന്ന് ഇറങ്ങിയിട്ട് പുള്ളി നമ്മളെ
ലാസ എന്ന് പറഞ്ഞ സ്ഥലം ഷദാങ്ങിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടുന്ന് ഒരു 7 കിലോമീറ്റർ എന്തോ ഉണ്ട്. ലാസ എന്ന് പറഞ്ഞ നല്ല പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളത് കൊണ്ടുപോകാൻ. ഫുള്ള് ഫോഗായി ഇവിടെ. ചെറുതായിട്ടൊന്ന് മഴ പെയ്താണ്. ഫുള്ള് ഫോഗ്, കോടയോട് കോട കണ്ടോ. ടണലിനകത്തൂടെ കയറി വന്നപ്പോ നോക്കിയാ എൻ്റെ ദൈവമേ ഒറ്റ വഹ കണ്ടുകൂടാ. 2 സൈഡിലും ഫ്രണ്ടിൽ ഏതൊക്കെയോ വണ്ടി കിടപ്പുണ്ട്. ഓഹോ ഫുള്ള് ഫോഗ്. 30 ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത്ര അടുത്ത് വന്നപ്പോൾ ഈ കാറൊക്കെ ഇവിടെ കിടപ്പുള്ള കാര്യം തന്നെ അറിയാൻ പറ്റും. ഓ ഇത് കുറച്ച് ചെറിയ ഓഫ് ബീറ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അധികം ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. കുറച്ച് മൗണ്ടൈൻ, കുറച്ച് ഹൈ റേഞ്ച്. ഓ ഇത് കിടു. ഇതാ ഇവിടുത്തെ സ്വിറ്റ്സർലാൻഡ് എന്ന് തോന്നുന്നു. പക്ഷെ പോകുന്ന വഴി കുറച്ച് പണിയാണ്. പക്ഷെ ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ. പോളി. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ. ഇവിടെ ഓഫ് റോഡിങ് ഉണ്ട്. നമ്മളിപ്പോൾ വന്ന റൂട്ട് ഫുൾ ഓഫ് റോഡിങ് ആയിരുന്നു. ഇതാണ് ലാസ വില്ലേജ്. ഓ ടു ഗുഡ് മാൻ. ഓ ഒരു രക്ഷയില്ല. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായാണ് കേട്ടോ. പോളി വൈബ്. കറക്റ്റ് സ്വിറ്റ്സർലാൻഡ് പോലെ ഉണ്ട് കേട്ടോ. പോളി. So this is too beautiful. Yeah. Thank you. It's too good. ആഹാ ഇതാണ് സ്ഥലം. ശരിക്കും ഷദാങ് അല്ല കേട്ടോ. ഷദാങ്ങിനെക്കാട്ടിലും പൊളി സ്ഥലമായത് ലാസ വില്ലേജ്. ഓ മൈ ഗോഡ് ഗൈസ്, ഞാനൊരു വ്യൂ കാണിച്ചു തരാം. ഇതേ ഷദാങ്. ഇത് ശരിക്കും പുള്ളി സജസ്റ്റ് ചെയ്തതാണ്. നമ്മുടെ ഡ്രൈവറായിട്ട് സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ് ലാസ. നമ്മൾ ഷദാങ് പോയിട്ട് അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റേഴ്സ് ആണുള്ളത്. ഷദാങ് കയറുന്നതിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു റൈറ്റ് എടുക്കണേ. ഒരു കോട്ട പോലെ ഒരു ഷദാങ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് ഈ സ്ഥലം വരുന്നത്. വ്യൂ നോക്കിക്കോ. കണ്ടോ വാട്ടർഫോൾസ്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വാലി. ഓ ടു ഗുഡ് മാൻ. ഇവിടെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു വില്ലേജാണ് കണ്ടോ. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വില്ലേജാണ്. ഇവിടെ കുറച്ച് വീടുകൾ, അവിടെ പിന്നെ കുറച്ച് ഹോട്ടൽസും പിന്നെ ഹോം സ്റ്റേസ് പോലത്തെ. നമ്മൾ പറഞ്ഞ വഴി കുറച്ച് ഹോം സ്റ്റേസ് ഒക്കെ. ഓ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയാണ് കേട്ടോ. ടു ബ്യൂട്ടിഫുൾ മാൻ. വാട്ടർഫോൾസ് കണ്ടോ, വാലിയും കണ്ടോ. അവിടുന്ന് മേളിൽ നിന്ന് ആ വാട്ടർഫോൾസ് ഒഴുകി ഇതായിരിക്കും കൂടെ ഇങ്ങനെ പോവാണ്. അടിപൊളി. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളില്ല, പക്ഷെ കുറച്ച് പേരേ ഉള്ളൂ. ഒരുപാട് തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി ഭംഗി തോന്നുന്നത്. ഡിഗ്രി ആണ് ഇവിടെ തണുപ്പ്. അയ്യോ ഇവിടെ വന്ന് എന്തായാലും നന്നായി. ഇത്ര ബ്യൂട്ടിഫുൾ ആയിക്കോന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞ വേറെ ലെവൽ. എപ്പടി ഇരിക്കേ? How was it? Can't tell in words. നിങ്ങള് ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ്. അസർബൈജാൻ ഇനി വിസിറ്റ് ചെയ്യുന്നവര് ലാസ വില്ലേജ് ടോട്ടലി വർത്ത് ആയിരിക്കും. കുറച്ച് ഓഫ് റോഡാണ്, കുറച്ച് ഓഫ് ബീറ്റ് പ്ലേസ് ആണ്. എല്ലാവരും പോകുന്ന സ്ഥലമല്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ ടോട്ടലി വർത്ത്. ഇതാണ് വ്യൂ. ഇതാണെന്റെ വെള്ളം തപ്പിച്ച്. ഇതാണ് അതിനുണ്ട്. അയ്യോ പൊളി. ഇത് കണ്ടോ? ഓഹോ അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് ഗായ്സ്. ഞാനീ പറയുന്നൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ പോലും അറിഞ്ഞൂടാ. ഉണ്ടോ? ഇതാണ് സീൻ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഇത് കൂടിയോ എന്നൊരു ഡൗട്ട്, വെള്ളത്തിൻ്റെ ഫോഴ്സ്. അപ്പോൾ എന്തായാലും പതുക്കെ ഇറങ്ങിക്കളയാം.
ഇനി നമുക്ക് ക്യൂബയിലൊക്കെ പോകാനുണ്ട്. ക്യൂബ നമ്മളങ്ങനെ പതുക്കെ ലാസന്ന് അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട് കേട്ടോ. ലാസയുടെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും കിടപ്പുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. എനിക്ക് നമ്മൾ ഈ വീഡിയോ എടുത്തത് എത്രത്തോളം അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ അതിൻ്റെ ഒരു ഭംഗി കാണിച്ചു തരും സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല. സൂപ്പർ. ഇപ്പം നമ്മളിപ്പം പോകാൻ പോകുന്നത് നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന റെഡ് വില്ലേജ് ആണ്. ഇവിടുത്തെ ലാംഗ്വേജിൽ ക്രിംസി കസബ എന്നാണ് പറയുന്നത്. റെഡ് വില്ലേജ്. How much? എല്ലാമേ 6. നമ്മളിവിടെ ഒരു കടയിൽ ചെറിയൊരു ഫ്രൂട്ട്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മേടിച്ച് ബ്ലാക്ക്ബെറി ഇവിടെ ഫ്രഷ് ആയിട്ട് ഒരു ഫാംസ് ഉണ്ട്. പ്ലം, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി കഴിക്കുമ്പോൾ ഒരു തണുപ്പുണ്ടല്ലോ, അത് അറിയാൻ പറ്റുന്നു. ഭയങ്കര ഫ്രഷ് അല്ല. പീച്ച് നൈസ്. റെഡ് വില്ലേജ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ റൂഫെല്ലാം റെഡ് ആയതുകൊണ്ടാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂ കണ്ടപ്പോഴത്തേക്കും മിക്ക വീടുകളുടെയും റൂഫ് റെഡ് കളറിലായിരുന്നു. എല്ലാം ഒരുവിധപ്പെട്ട എല്ലാ ബിൽഡിങ്ങും റെഡാണ്. ഫുള്ള് റെഡ് മയം. ചുവപ്പല്ല, ഒരു ചുടുകട്ട കളർ. റൂഫൊക്കെ കുറച്ച് ഒരു ഡാർക്ക് റെഡും ബാക്കി വീടിൻ്റെ ഇതൊക്കെ ഒരു ചുടുകട്ട കളറ്. ശരിയാണ് കേട്ടോ. കാരണം ഇവർ റെഡ് ബ്രിക്സും അതേപോലെ റെഡ് ടൈലും വെച്ചിട്ട് റൂഫും റെഡ് ബ്രിക്സ് വെച്ചിട്ട് ഒരു വീടും സ്ട്രക്ചറും ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ റെഡ് വില്ലേജ് എന്ന് വിളിക്കാൻ കാരണം. അതിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റെഡ് വില്ലേജിൻ്റെ വഴികളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു വില്ലേജാണ് കേട്ടോ. വലിയ കടകളും കാര്യങ്ങളും തിരക്കൊന്നുമില്ല. എല്ലാ വീടുകളും അടച്ചിട്ടേക്കുക. ഈ വീടെല്ലാം അടച്ചിട്ടേക്കുന്നു. ഇതിൽ ആൾതാമസമൊന്നും ഇല്ലേ. പുറത്തൊറ്റ മനുഷ്യരെ കാണാനില്ലേ. ഇവര് 4:30 ആയ കേട്ടോ. അയ്യോ, ഒരു പട്ടിക്കുട്ടി. എനിക്ക് 4 മണി കഴിയുമ്പോൾ എല്ലാവരും വീട്ടിൽ കയറുമെന്ന് തോന്നുന്നു കേട്ടാ. ഇതൊരു ജംഗ്ഷനിലെത്തി. ക്രിംസി കസബ AKA റെഡ് വില്ലേജിലെ ഒരു ചായക്കട ഇരിക്കുകയാണ്. ചായക്കട ഇതാണ് ചായക്കട. നമ്മൾ അവിടെ ലാസയിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ഒരു കടയിൽ കയറി ചോദിച്ചായിരുന്നു ചായ എത്രയാണ്. അവിടെ 5 minutes ആണ് നമ്മുടെ 250 രൂപ. അത് ഇച്ചിരി കൂടുതലായിപ്പോയി. ആ ചെറിയ വില്ലേജാണ്. തിരക്കൊന്നുമില്ല കേട്ടോ. ആൾക്കാരൊന്നും വെളിയിൽ സ്ട്രീറ്റിലോ ഒന്നും ആൾക്കാരൊന്നും കാണാനില്ലല്ലേ. ആരെങ്കിലും കണ്ടായിരുന്നു നമ്മൾ വന്ന വഴി? ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ചളിച്ച് വെച്ചടിക്കും. ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയാണ് അവർ ടീ டீ பிளைனா குடிச்சிட்டு அது கூட சாப்பிடுவாங்க. ഓ സെയിം ചെറി. നമ്മളിപ്പോ കുറച്ചു മുമ്പ് കാറിൽ നിന്ന് കഴിച്ചില്ല, അവിടെ നിന്ന് മേടിച്ചില്ല ചെറി. അതിന്റെ ഒരു ജാം പോലത്തെ സാധനമാണ്. കഴിച്ചു നോക്കട്ടെ. കണ്ടിട്ട് ഭയങ്കര യമ്മി ആയിട്ടുണ്ട്. ഓ സോ ഗുഡ്. ഹലോ. പൊളി സാധനം. പൊളി. ഇവിടുന്ന് കഴിച്ച ഒരുവിധ ഫുഡ് എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. ഒന്നും കൂടി പ്രോപ്പർ ഈ ഓർഗാനിക്. നമുക്ക് എന്താ പറയണ്ടേ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഒരു കെമിക്കൽ, ഒരു കളറിൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ല. അതൊന്നുമില്ലാതെ ജസ്റ്റ് ഫ്രൂട്ടും ഷുഗറും മാത്രമുള്ളൊരു ടേസ്റ്റ്. ആ ഒരു ചെറിയുടെ ഫ്രൂട്ടും പിന്നെ ഷുഗറും. അകത്തൊക്കെ നല്ല പ്രായമുള്ള അപ്പൂപ്പന്മാരൊക്കെ വന്നിരിപ്പുണ്ട്. ഫുള്ള് എല്ലാം സീനിയർ സിറ്റിസൺസാണ് അകത്തിരിക്കുന്ന ഫുള്ള്. ഒരു ഫ്രണ്ട്സുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ചില്ല് ചെയ്ത് സംസാരിച്ച് സിഗരറ്റൊക്കെ വലിച്ച് പൊളിയായിട്ടിരിക്കുന്ന അകത്ത്. എനിക്കൊന്നും ഇവിടെ കൂടുതൽ അധികം യങ് പീപ്പിൾ ഇല്ലാന്ന് തോന്നുന്നു. കൂടുതലും കുറച്ച് പ്രായമായ ആൾക്കാരാണ്. അപ്പൂപ്പന്മാരൊക്കെ ഭയങ്കര സ്റ്റൈലിഷാണ് കേട്ടോ. ഒരു ഭയങ്കര കിട്ടുന്ന ലെതർ ജാക്കറ്റ്, തൊപ്പിയൊക്കെ വെച്ച് കാറ്റൊക്കെ വെച്ചിട്ട് ഒരു രക്ഷയുടെ എല്ലാം വൺ ലുക്ക്.
ഇതാണ് அந்த எல்லோ கலர்ல பார்த்தோம்ல ഓക്കെ ഓക്കെ യെല്ലോ കളർ ചെറി. ഇത് വേറെ ഏതൊരു ഫ്രൂട്ടാണ്, പ്ലം, പീച്ച് ഓർ പ്ലം ആണ്. കഴിച്ചോട്ടെ. ജാം എല്ലാം ഒരു ജാംഡ് വേർഷൻ. மிக்ஸ் பண்ணி ഓ அது காட்டு അത് ശരിക്കും ഇങ്ങനെ കഴിക്കണ്ട കേട്ടോ. പുള്ളി കഴിക്കുന്ന പോലെ ആ ജാം എടുത്തതിനകത്ത് മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ട് സ്മാഷ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക. നമുക്കും അങ്ങനെ കഴിച്ചു വെക്കാം. ഇതാണ്ടോ കുറച്ച് ചെറിയ എടുത്തു, ഇതിനകത്തിട്ടു, രണ്ട് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ടീ, അസർബൈജാൻ ടീ. ചെറിയൊരു പുളിപ്പ്, പിന്നെ ടീയുടെ ആ ഒരു ഫ്ലേവർ, വെരി നൈസ്. ഭയങ്കര ഡിഫറെൻറ്റ് ഫ്ലേവർ, ഭയങ്കര ഡിഫറെൻറ്റ് ഫ്ലേവർ. നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇതൊരു ക്ലബ്ബാണ് കേട്ടോ. ഇതിവർ സംഭവം ഇവർ വൈകുന്നേരങ്ങളിലൊക്കെ ഈ അപ്പന്മാരൊക്കെ വന്ന് അതിനകത്ത് ഗെയിമിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ യൂനോ പോലത്തത്, പിന്നെ ഇവിടുത്തെ മാത്രമായിട്ടൊരു മറ്റു നാലൊരു കോർണർ പോലെ വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ ചെസ് കളി പോലത്തെ ഒരു സംഭവം കളിക്കുന്ന പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതിനകത്ത് ഫുള്ള് ഈ അപ്പന്മാരൊക്കെ വൻ സ്വാഗ്, എല്ലാവരും സിഗരറ്റും വലിച്ചുകൊണ്ടിരുന്ന ഒരേ കളി. ചെറിയ കുട്ടി കുട്ടി റോഡുകൾ, എല്ലാത്തിൻ്റെ ഒരു ആലി പോലത്തെ കുറേ റോഡ്സ്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ടാലി ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇവിടുത്തെ റെഡ് വില്ലേജിലെ ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ടാലി ബ്രിഡ്ജ് 18th സെഞ്ച്വറിയിൽ ഇവിടെ ഏതാണ്ട് 7 ബ്രിഡ്ജസോളം ഈ ക്യൂബ കൗണ്ടിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാച്ചുറൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ കാരണം ഒരുപാട് ഈ ബ്രിഡ്ജ് ഇവിടെ നശിച്ചുപോയി. ഇതിലൊന്നും മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ. ഈ താലി ബ്രിഡ്ജാണ് ആ സർവൈവ് ചെയ്ത ഒരെണ്ണം. ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്തേക്കുന്നത് കണ്ടോ, ചുടുകട്ട ഫയേർഡ് ബ്രിക്സ് വെച്ചിട്ടാണ് ഇത് ഇവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അടിയിൽ കുറേ ആർച്ചസ് ഉണ്ട്, പൈൽസും വെച്ചിട്ടാണ് ഇവർ ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. നല്ല ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ബ്രിഡ്ജാണിത്. എനിക്ക് റെഡ് വില്ലേജ് ഇച്ചിരി ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആയിട്ട് തോന്നി. കുറച്ചൊരു ഓൾഡ് വൈബൊക്കെ, ഒരു ഓൾഡ് എസ്തെറ്റിക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒന്ന് ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ. നമ്മളിപ്പം ഷദാങ്ങിൽ നിന്ന് ക്യൂബ പോകുന്ന വഴി തന്നെയാണ് ഈ വില്ലേജ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് കറങ്ങി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര സംഭവം കുറേ കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച്, നമ്മളിപ്പോൾ കുടിച്ച പോലത്തെ ഒരു ചായയൊക്കെ കുടിച്ച് പോകാൻ പറ്റിയ ഒരു ചെറിയൊരു ടൗണ്. അപ്പോൾ ഇതാണ് ആ ഫോറസ്റ്റ് കേട്ടോ, അയനൂർ ഫോറസ്റ്റ്. ഇത് പ്രോപ്പർ കാടാണ് കേട്ടോ. കാട് ഇവർ ഭയങ്കര റിസോർട്ട് മീൻസ് ഹോട്ടല് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആക്കി എടുത്തേക്കുന്നത്. പ്രോപ്പർ കാടാണ്. ഈ സൈഡിലൊക്കെ ഫുള്ള് അകത്തോട്ടൊക്കെ കാടാണ്, 2 സൈഡും കാടാണ്. ഇതൊരു ഒരു മലയുടെ സൈഡാണ്. അതിൻ്റെ സൈഡിൽ ആണ് ഇവർ എല്ലാ സെറ്റപ്പും വെച്ചേക്കുന്നത്. ആൾക്കാർക്കൊക്കെ വന്ന് ഫുഡ് കഴിക്കാം. പിന്നെ എനിക്കൊന്ന് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലേക്കും ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. തിരിച്ച് അതിൻ്റെ ഒരു ഫോറസ്റ്റിൽ നിന്ന് തിരിച്ച് പോകാം. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ, നല്ല ഒരു ഐഡിയ ആണ്. ഈ ഒരു ഫോറസ്റ്റിനകത്ത് ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് മാത്രം വെച്ചേക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ഫോറസ്റ്റാണ്. 2 സൈഡിൽ നിന്ന് മരങ്ങൾ ഇങ്ങനെ കേട്ടോ ഒരു മൂടി കെട്ടിയിരിക്കുക. നമ്മുടെ ഈ വട്ടവടയൊക്കെ പോകുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പുള്ളി അസർബായിയുടെ വീട്ടിൽ വന്നേക്കാണ്. പുള്ളി നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് ഇവിടുത്തെ ആളായി. വെൽക്കം ടു അവർ ഹൗസ്. വേണ്ട, പുള്ളിയുടെ ഫ്ലാറ്റാണ് ഇവിടുത്തെ. ഇവിടെ ബാക്കു എന്നൊരു 14 കിലോമീറ്റേഴ്സ് ആണ്. അവിടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. ഡിന്നർ എന്ന് പറയുമ്പോൾ ഇവിടെ 8 മണിയാകാൻ പോകുന്നതാണ് കേട്ടോ. കണ്ടോ വെളിയിലൊക്കെ ഉണ്ടോ, എപ്പോഴും ഫുള്ള് നല്ല ലൈറ്റാണ്. അപ്പോൾ പുള്ളിയുടെ വൈഫും പുള്ളിയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ആദ്യമേ വിളിച്ച് പറഞ്ഞു, നമ്മൾ വീട്ടിൽ വരണമെന്ന് വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി അവർക്ക് വേണ്ടിയിട്ട് ചിക്കനും പിന്നെ അതേപോലെ സോസേജ് പോലത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല നൈസ് ആളാണ് കേട്ടോ പുള്ളി. ഭയങ്കര ജെന്യുവിനാണ്. ഏറ്റവും എനിക്ക് ഫസ്റ്റ് ഡേ അല്ല, നമുക്കൊരു സെക്കൻഡ് ഡേ ഇന്നലെ അല്ല ഈവനിങ് ഒക്കെ ആയപ്പോൾ എനിക്ക് നല്ല തോന്നി. ഇപ്പോൾ പുള്ളി എല്ലായിടത്തും വന്ന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അസർബൈജാനി, പ്രോപ്പർ അസർബൈജാനി ഹൗസ് കേട്ടോ. ഇവിടെ കാർപ്പറ്റാണല്ലോ പുള്ളിയുടെ അച്ഛനാ ഇത്. അപ്പോൾ പുള്ളിയുടെ പപ്പ എന്നാ പറഞ്ഞത്. അപ്പോൾ അത് അവർ കാർപ്പറ്റിൽ ചെയ്തേക്കാം. പുള്ളിക്കാരൻ മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫോട്ടോ കാർപ്പറ്റിൽ ചെയ്ത് ഇവിടെ തൂക്കിയിട്ടേക്കുക. ഇത് ഫുള്ള് ഇങ്ങനെ ചുറ്റിന് അപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പോൾ എല്ലാ പിള്ളേരും താഴെ വന്നിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ചിക്കൻ നമ്മൂർ മിളകാ ബജ്ജി மாதிரி இருக்கு. திங்க் இது പൊട്ടേറ്റോ തൈരാണ്. ഇത് മോര് പോലത്തെ സംഭവം. അയ്യോ, ഇവിടെ ഇവരുടെ വീട്ടിൽ വന്ന് ഫുള്ള് ഫുഡൊക്കെ അടിച്ച് ഡിന്നറൊക്കെ അടിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്ത് കേട്ടോ. നല്ല ആൾക്കാരാണ് കേട്ടോ, ഭയങ്കര നല്ല
ബ്യൂട്ടിഫുൾ പീപ്പിൾ. അയ്യോ ഭയങ്കര നല്ല എന്താ പറയണ്ട, ഗസ്റ്റിനൊക്കെ ഭയങ്കര ഭയങ്കര രസമായിട്ട് അവര്. I love you, Salman Khan. ഷീ ലവ് സൽമാൻ ഖാൻ. ഭയങ്കര വലിയ ഫാനാണ് സൽമാൻ ഖാൻ്റെ. ഫുൾ സൽമാൻ ഖാൻ സൽമാൻ ഖാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഷാറുഖ് ഖാൻ ഓക്കെ, സൽമാൻ ഖാൻ. ഏതായാലും ഇന്നത്തെ ദിവസം അതിൻ്റെ പേര് നല്ല ഫുഡ് സ്വീറ്റ് എല്ലാം. പുള്ളിക്കാരി ഒരു ബേക്കാണ് കേട്ടോ, കേക്കൊക്കെ ബേക്ക് ചെയ്ത് തന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഈ നമ്മളെ റൂമിൽ എത്തിക്കുകയാണ്. நம்ம டைம்ல இப்போ നൈറ്റ് 12 o'clock എനിക്ക് അവിടെ ഇവിടെ തൂക്കം സൊക്കത്. നമ്മുടെ സമയത്ത് ഇവിടെ 10:15 ആയുള്ളൂ, അവിടെ 12:30, ഇന്ത്യയിലെ 12:30 ആയി കാണും. 11:45. ഓക്കെ 11:45 ആയി കാണും. ശരിക്കും ഇന്ന് നമ്മൾ അസർബായുടെ വീട്ടിലൊക്കെ പോയിട്ട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് അവരുടെ കൂടെ. അവരുടെ ഫാമിലി ഹിസ്റ്ററി, അവരെങ്ങനെ പരിചയപ്പെട്ടത്, അവരുടെ മാരേജിനെ പറ്റിയൊക്കെ എല്ലാം പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാം ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്താണ്. കുറേ കഴിഞ്ഞപ്പോൾ ചിലതൊന്നും നമുക്ക് മനസ്സിലായൊന്നുമില്ല, അവർ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാതെ പറഞ്ഞത് നമുക്കൊന്നും മനസ്സിലായൊന്നുമില്ല. പക്ഷെ നമ്മൾ തലയാട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ കൺവേ ആവുന്നുണ്ടായിരുന്നു. ഏതായാലും വെരി സ്വീറ്റ്. എനിക്ക് മനസ്സിലാത്തത് ഈ അസർബൈജാൻ ജാറിൽ വന്ന് ജാം കൈൻഡ് ഓഫ് നമുക്ക് വലിയ ജാറിൽ അവർ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ജാമൊക്കെ നമുക്ക് തന്നുവിട്ട്. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ അവർ രണ്ടുപേരും. അല്ല, ഹോൾ ഫാമിലി, ഞാൻ പറഞ്ഞില്ല, ആ പിള്ളേർ ഉൾപ്പെടെ ഭയങ്കര സ്വീറ്റായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് നമ്മുടെ ഈ അസർബൈജാൻ ഇവിടെ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ കണ്ട ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളും ഭയങ്കര സ്വീറ്റായിട്ടുള്ള ആൾക്കാരുമായിരുന്നു. ഞാൻ മനസ്സിൽ കണ്ടിരുന്ന ഒരു ടൂറിസം സ്ഥലത്തൊക്കെ ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ പെരുമാറ്റം നമ്മുടെ അടുത്ത് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ഒരു ടൂറിസ്റ്റ് എല്ലാവർക്കും വരാൻ പറ്റിയ സേഫായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ ഫയർ മൗണ്ടൈൻ, പിന്നെ എന്തൊക്കെയോ ടെമ്പിള്, എപ്സറോൺ സിറ്റി, അങ്ങനത്തെ കുറച്ച് സ്ഥലത്തൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.